പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. തിരുനാളും കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഇടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാകണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാമി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും.
വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞാൻ നിങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമോന്നതമാം ഉദാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, നിൻ പ്രവരങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിയർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അനുഗ്രഹവും ശാപവും നേരുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദൈവന്മാരുടെ പുറകെ പോയാൽ ശാപം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കൈവശമാക്കുവാൻ പോകുന്ന ദേശത്ത് നിങ്ങളെ പ്രവേശിക്കുമ്പോൾ ഗെരിസിം മലയിൽ അനുഗ്രഹവും ഏബാൽ മലയിൽ ശാപവും സ്ഥാപിക്കണം. ഈ മലകൾ ജോർദാന്റെ മറുകരെ സൂര്യൻ അസ്തമിക്കുന്ന ദിക്കിലേക്കുള്ള വഴിയിൽ അരാബായിൽ വസിക്കുന്ന കനാൻകാരുടെ ദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഗിൽഗാലിനെതിരെ മൊറോയിലെ ഉപ്പുമരത്തിനടുത്ത് ആണിവ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് പ്രവേശിക്കുവാൻ നിങ്ങൾ ജോർദാൻ കടന്നു പോകാറായിരിക്കുന്നു. അത് കൈവശപ്പെടുത്തി നിങ്ങൾ അവിടെ വസിക്കുവിൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. സഹോദരരെ, പൗലോസ് ലേഖ ഗലാത്യരുടെ സഭയ്ക്ക് എഴുതിയ ലേഖനം
സഭ തന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നു, ആത്മാവിൽ വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവ് ജഡത്തിനും. അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നവ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കീഴല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ വ്യക്തമാണ്: വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായവയും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും പറയുന്നു. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ഈശോ മിശിഹായിക്കുള്ളവർ തങ്ങളുടെ ജഡം അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം വ്യർത്ഥാഭിമാനികളാകാതിരിക്കട്ടെ. അതുപോലെ പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 8 വാക്യങ്ങൾ 41 മുതൽ. അപ്പോൾ ജായിറോസ് എന്ന പേരുള്ള ഒരുവൻ വന്നു. അയാൾ സിനഗോഗിലെ അധികാരിയായിരുന്നു. അയാൾ ഈശോയുടെ കാൽക്കൽ വീണ് തന്റെ വീട്ടിലേക്ക് വരണമെന്ന് അപേക്ഷിച്ചു. കാരണം 12 വയസ്സോളം പ്രായമുള്ള അവന്റെ ഏകപുത്രി ആസന്നമരണയായിരുന്നു. അവൻ പോകുമ്പോൾ ജനക്കൂട്ടം അവനെ തിക്കിക്കൊണ്ടിരുന്നു. 12 വർഷമായ രക്തസ്രാവം ഉണ്ടായിരുന്നവളും സമ്പാദ്യം മുഴുവനും വൈദ്യർക്ക് കൊടുത്തിട്ടും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വെളുപ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ഈശോ ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? എല്ലാവരും നിഷേധിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ എത്തിക്കുകയാണല്ലോ. ഈശോ പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിന് സ്പർശിച്ചു എന്നും എങ്ങനെ തൽക്ഷണം സുഖപ്പെട്ടു എന്നും ജനം മുഴുവന്റെയും മുൻപാകെ അറിയിച്ചു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോവുക. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട. ഇത് കേട്ട് ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ രക്ഷപ്പെടും. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടി അകത്ത് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു,
കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് അവർ അവനെ പരിഹസിച്ചു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികെ, എഴുന്നേൽക്കുക. അപ്പോൾ അവളുടെ ആത്മാവ് തിരിച്ചു വന്നു. ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും നൽകാൻ അവൻ നിർദ്ദേശിച്ചു. അവളുടെ മാതാപിതാക്കന്മാർ അത്ഭുത സ്തബ്ധരായി. സംഭവിച്ചത് എന്തെന്ന് ആരോടും പറയരുതെന്ന് അവൻ കൽപ്പിച്ചു. ഈശോമിശിഹായിലേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏലിയാസ് ലിബ മൂശാകാലത്തിലെ മൂശ രണ്ടാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഏലിയാസ് ലിബ മൂശാകാലത്തില് കർത്താവിനെയും അവൻ്റെ കുരിശിൻ്റെ മഹത്വത്തെയും കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടമാണിത്. കർത്താവിൻ്റെ കുരിശ് അപമാനത്തിൻ്റെ ചിഹ്നമല്ല, മറിച്ച് അത് രക്ഷയുടെ ചിഹ്നമാണ് എന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണിത്. നമ്മുടെ സീറോ മലബാർ ആരാധനാക്രമത്തിൽ കാലഘട്ടങ്ങളായിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടും ധ്യാനിക്കുവാനുമായിട്ട് ഓരോ സഭാതലയെയും ഉദ്ബോധിപ്പിക്കുന്നതാണ് ഓരോ കാലഘട്ടവും. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോഴേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും, വിശ്വാസത്തോടെ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എക്കണോമിസ്റ്റുകളും അതോടൊപ്പം ഫിലോസഫേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ ആഗ്രഹമാണ് അവൻ ഓരോ പുതിയ കണ്ടുപിടുത്തത്തിലേക്കും അതോടൊപ്പം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കും അവനെ നയിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ആഗ്രഹങ്ങൾ, ഇച്ഛകളാണ് ഒരു പുതിയ കണ്ടുപിടുത്തത്തിലേക്കും അതോടൊപ്പം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കും മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് എന്നുള്ളത്. അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തിയുടെ ആഗ്രഹം വളരെയധികം മൂർധന്യ അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയധികം അടിയുറച്ചതാണെങ്കിൽ, അതുവഴിയായിട്ട് അവൻ പലതും നേടിയെടുക്കുവാനായിട്ട് അവനാൽ സാധിക്കുകയും അവൻ അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് ഇന്നത്തെ സുവിശേഷത്തിലൂടെയും നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഈ സുവിശേഷം നമ്മൾ വായിച്ചു വരുമ്പോഴേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആൾക്കൂട്ടമുണ്ട്, പക്ഷേ ആൾക്കൂട്ടത്തിലെല്ലാം വിശ്വാസമില്ലാത്തവരാണ്. രണ്ട് ഭാഗങ്ങളും എടുത്ത് വായിക്കുമ്പോൾ അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. രക്തസ്രാവകരിയായിട്ടുള്ള സ്ത്രീ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ, വിശ്വാസമില്ലാത്ത ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നു വന്ന് ഈശോയുടെ വിളുമ്പിൽ, വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ചുറ്റും വിശ്വാസമില്ലാത്ത ധാരാളം ആളുകളുണ്ടാവും. പക്ഷെ നിന്റെ വിശ്വാസത്തെ നീ അളന്നുകൊണ്ട് ഈശോയിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ വചനം ഓർമ്മിപ്പിക്കുന്നത്. ഒരു കുറുക്കൻ കുട്ടിക്ക് മാംസം ഭക്ഷിക്കണം, മനുഷ്യന്റെ മാംസം ഭക്ഷിക്കണം എന്ന് അതിയായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടായി. അപ്പോൾ അത് സ്വന്തം തള്ള കുറുക്കനോട്, അല്ലെ കുറുക്കച്ചിയോട് പറഞ്ഞു, എനിക്ക് അമ്മേ, എനിക്ക് ഇങ്ങനെ മനുഷ്യന്റെ മാംസം ഭക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാധാരണ വീട്ടിൽ അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ നമ്മൾ അമ്മമാരോട് പറയുന്നത്. അപ്പന്മാരോട് പറയുന്നതിൽ അമ്മമാരോട് പറയുമ്പോൾ അമ്മമാരെ എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കി തരാൻ നോക്കും. ഈ കുറുക്കൻ്റെ അമ്മ ചെന്ന് ഒരു പന്നിയെ വേട്ടയാടി പന്നിയുടെ മാംസം കൊണ്ടുവന്ന് മനുഷ്യന്റെ മാംസമാണെന്ന് പറഞ്ഞ് ഈ കുറുക്കൻ കുട്ടിക്ക് കൊടുത്തു. കുറുക്കൻ കുട്ടി അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ അല്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ദിവസം കുറുക്കൻ്റെ അമ്മ വീട്ടിൽ ചെന്ന് ഒരു പശുവിനെ വേട്ടയാടിയിട്ട് പശുവിൻ്റെ മാംസം കൊണ്ടുവന്ന് ഈ കുറുക്കൻ കുഞ്ഞിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് ഇട്ടുകൊടുത്തു. ഇത് മനുഷ്യൻ്റെ മാംസമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കൻ കുഞ്ഞ് ഇത് രുചിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ മാംസമല്ല, ഇതിനതിൻ്റെ ടേസ്റ്റ് ഇല്ല. ഈ കുറുക്കൻ്റെ കുഞ്ഞ് വളരെയധികം വാശി പിടിക്കാൻ തുടങ്ങി, എനിക്ക് മനുഷ്യന്റെ മാംസം തരണം, ഇല്ലെങ്കിൽ ഞാൻ ഇനി പട്ടിണി കിടക്കുകയാണ്. കുറുക്കത്തിക്ക് ഒരു ബുദ്ധി തോന്നി. കുറുക്കത്തി ഈ രണ്ട് മാംസവുമായിട്ട് നഗരത്തിലേക്ക് പ്രവേശിച്ചു. നഗരത്തിൽ മോസ്കിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി പന്നി മാംസവും ഇട്ടു. അമ്പലത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി പശുവിൻ്റെ മാംസം ഇട്ടു. പിറ്റേ ദിവസം ഇഷ്ടം പോലെ അവിടെ മനുഷ്യ മാംസങ്ങൾ കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് തമ്പുരാനിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രം.
വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് സാധിക്കും. ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്ന കാര്യമുണ്ട്. ഈശോ പറയുന്നുണ്ട്, ആരോ എന്നെ സ്പർശിച്ചു വരുന്നത്. നമ്മുടെ ഉള്ളിലെ മുറിവുകളെ, നമ്മുടെ ഉള്ളിലെ വേദനകളെ മനസ്സിലാക്കുന്ന തമ്പുരാൻ ഈ വിശ്വാസത്തോടെ നമ്മൾ വസ്ത്രത്തിൻ്റെ വിളിമ്പിനെ സ്പർശിക്കുമ്പോൾ നമ്മളെ സുഖപ്പെടുത്തുന്ന രീതിയിൽ അതിനെ മാറ്റും എന്നുള്ളത് ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക. കാരണം മുറിവുകളെ മനസ്സിലാക്കുന്നവരാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിലെ നൊമ്പരങ്ങളെ മനസ്സിലാക്കുന്നവരാണ് നമ്മുടെ തമ്പുരാൻ. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് പരിണമിക്കും. രണ്ടാമതായിട്ടും ഈശോ ആരെയൊക്കെ ആ പെൺകുട്ടിയുടെ മുറിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും ആ മുറിയിലേക്ക് പ്രവേശിക്കാൻ ഈശോ അനുവദിച്ചില്ല എന്നുള്ളത് വചനം എഴുതി വയ്ക്കുമ്പോൾ ബന്ധുക്കളെയും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരെയും എന്നുള്ളതല്ല ആ വചനത്തിൻ്റെ അർത്ഥം. മറിച്ച് തന്നോടുകൂടെ ആയിരിക്കുന്നവരും തൻ്റെ ഹിതം മനസ്സിലാക്കുന്നവരും തൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് മനസ്സിലാക്കുന്നവരുമായിട്ടുള്ള 3 ശിഷ്യന്മാരെയും ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അത്രയധികം പ്രധാനപ്പെട്ടതായിട്ടുള്ള 2 പേരെയും കൂടിയാണ് ഈ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്ന സംഭവത്തിലേക്ക് ഈശോ പിടിച്ചു കൊണ്ടുപോകുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എനിക്ക് എൻ്റെ വിശ്വാസക്കുറവുണ്ടെങ്കിൽ, എനിക്ക് വിശ്വാസത്തിൻ്റെ ബലഹീനതയുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനായിട്ട് പുനഃതമ്പുരാനെ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ സഹായിക്കണമേ എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കുമ്പോൾ അത് അനുഗ്രഹങ്ങളായിട്ട് മാറ്റപ്പെടും, അല്ലെങ്കിൽ അത്ഭുതങ്ങളായിട്ട് അതെൻ്റെ ജീവിതത്തിൽ മാറ്റപ്പെടും എന്നുള്ള കുറച്ച വിശ്വാസത്തോടെ ഈ ദിവ്യബലി അർപ്പിക്കാം. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രമാണികളെയും പ്രവാചകന്മാരെയും സമർപ്പിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട ഗുണവത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിജയോത്സവത്തിൽ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെതിരേക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആക്രമണം കൈവിടിഞ്ഞ സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പ്രസിദ്ധ പിതാവന്മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാർ ദൂർദാലഞ്ചലി ശ്രേഷ്ഠമെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ വിദാശ്രീ പിതാവുമായ മാർ തോമസ് പുത്രനെയും സഭാധ്യക്ഷന്മാരെ വരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദാഹരണവും പ്രതീക്ഷമായ മിശിഹായെ നീ കുരിശോട് കൂടി വാനമേലാകുന്ന അമ്മൂന്നിന്റെ വലുതുപാത്ത് അനുസരിക്കുവാൻ ഞങ്ങൾ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ ദീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായി ദൈവദൂതന്മാരെ പരിസരത്തിനായി കുരിശടയാളത്തോടെ വാനമേഖലകളിൽ ആഗതരാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. Amen.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെ മകുടം ചുമേ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ അർപ്പിക്കുമെന്ന പ്രതീക്ഷയും മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാർ മിത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും അവന്മാർ ചർച്ചകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസത്തിനുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മറിച്ച് ഈ ലോകത്തിന് തന്നെ വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ പോലെ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സഹോദരരെ, എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിലാകുന്നു ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇടയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യത്തിലാക്കി അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരൻ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും എന്താത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അടുത്ത് വിളിച്ച് വീശുകയും ചെയ്യാം. നിങ്ങൾ ആദരവുകളിൽ നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് ഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശയപ്പെടുന്നു. പ്രയോജനമായ വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ടങ്ങൾ താഴ്ത്തി വിചാരത്തിലേക്ക് വരുത്തി നിശബ്ദരായ കൃത്യയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ കൃത്യത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ചരാചര കർത്താവേ, തിരുബലി അർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാവിയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാവരും എന്ന സ്ത്രീമല നാമങ്ങളെ നിർത്തഞ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ച വഹിക്കുന്നു. എന്തുകൊണ്ട് നാല് ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കരിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തിനും അളവിൽ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ നീ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ പ്രഭന്മാരുടെയും ശ്രാപ്യന്മാരുടെയും ചേർന്ന് നാഥനായ നീക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതയുടെ സദൃശ്യം എന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യം പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടുത്തെ തരീശ്വരനായി ദാസന രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടുകൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിമിത്രതീറ്റായി വിധരിക്കുവാൻ നിമിത്രതീനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷകരമായ രഹസ്യം തിരുസന്നിധിയെ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദാസനിധിയിൽ ഒരുമിച്ച് കൂടി നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ ദൈവീ ജീവിതങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടമോഷ്ടിച്ച് ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിരസമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സകലധർമ്മനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷ പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദനങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. യേശുവിനും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയർക്കും വേണ്ടി അങ്ങയുടെ കാരണത്തിൽ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി നീ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ വിശുദ്ധമായ കിരീടത്തിന്മേൽ ഞങ്ങളുടെ വിശുദ്ധ ശരീരത്തിങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിന്റെയും മതവൈകല്യാമയത്തിന്റെയും അങ്ങയുടെ തിരുസന്ധിയും സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണം അങ്ങയുടെ അർമ്മയും സ്മൃതമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവത്തിനായി ശിവശേഷം നിവാസികളെല്ലാം പറയട്ടെ. ഞങ്ങളുടെ കർത്താവിന്റെയുമായ സീതാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശൈലന്മാർ, രക്തസാക്ഷി മകന്മാർ, വേദപാലകന്മാർ, മിത്രന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്ക് വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സകല സന്താനങ്ങളുടെ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെ വിശുദ്ധ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യന്മാരുടെ കർത്താവിലും ബലഹീനരും ക്ലേശിതരുമായി ദാസരം നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് വെളിപ്പെടുത്തി സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥരക്ഷകമായ ശിവശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയജനകവും പരിശുദ്ധവും ജീവദായക ദൈവികമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശബ്ദരായ ആദരവും പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിലും കാരണമാകട്ടെ. കർത്താവായ ദൈവജനങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയും സ്നേഹവുമായ രക്ഷാകൃതിയെ കുറിച്ച് അങ്ങേ നിങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ വിഷയത്തിനെ പോലെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ അംഗീകൃതത അർപ്പിക്കുകയും ചെയ്യുന്നു.
പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരം ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്വവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിയോഗ്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂലമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുണ്ടാവുന്ന സ്നേഹത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ വെച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിലെ നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. പിന്തകളും കരുണയും വഴിഞ്ഞ് നമ്മുടെ സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുജല വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വ്യക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഒരുപ്പിനും ആത്മാക്കൾ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളുടെ പരാതികളും കാരണം ക്ഷമിക്കണമേ. മഹോന്നതമായ സ്വർഗ്ഗരാജ്യത്തിൽ സകലവിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളെ പ്രതികരിക്കുകയും ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ ഇതിലെ സമാധാനവും ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്നെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീടുകളാക്കി ജ്വലിക്കുന്ന ആദരങ്ങളോടെ നിങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്ലീവ നിങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ വെച്ച് മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ,
എന്തെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. നമ്മെ ജീവിക്കുന്ന കർത്താവിന്റെ പ്രഭാവനും അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇതാ കടങ്ങളുടെ മൂർത്താള ദൈവദാനം സഹോദരദാനം സ്വീകരിക്കുകയും അതുവഴി വിസ്തരിക്കപ്പെടുകയും ചെയ്യുവിൻ. നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ദാനം സ്വീകരിക്കാം. അരൂപിക്കെടുത്ത ദിവ്യകാരണ സ്വീകരണത്തിൻ്റെ സമയമാണ്. നമുക്ക് കൂട്ടിന്മേലായിരുന്നുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയെ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ ഔദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ, ആത്മീയമായി അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങനിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്ത സിദ്ധർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവർ പങ്കുകൊള്ളാൻ അനുഗ്രഹിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. തിന്മയിൽ നിന്ന് മോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ യോഗ്യരാക്കി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ വിശുദ്ധ രക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായു സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയപ്പോലും നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയോടെന്നും ദൈവത്തിൻ പരിപാലനയാൽ
ഉച്ച കഴിഞ്ഞ് 2 മുതൽ 2:30 വരെ കരിഗ്മ ബൈബിൾ ക്വിസ് നടത്തപ്പെടുകയാണ്. അപ്പോൾ ഈ ക്വിസിന് പങ്കെടുക്കുന്നവർ അതിന് മുൻപായിട്ട് ആദ്യം ആ സൈറ്റിൽ പോയി അതിൻ്റെ മോക്ക് ടെസ്റ്റ്, സാമ്പിൾ ടെസ്റ്റ് നടത്തണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് നേരെ അതിലേക്ക് ലോഗിൻ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ചെറിയ അങ്കലാപ്പ് ഉണ്ടാകും. അതിന് മുൻപായിട്ട് അത് ലോഗിൻ ചെയ്തുകൊണ്ട് പരീക്ഷയിൽ പങ്കെടുക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും നിർബന്ധമായിട്ട് കരിഗ്മ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യം ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് രണ്ടാമതായിട്ട് പറയുവാനായിട്ടുള്ളത്, നമുക്കറിയാം ഈ 31 ദിവസങ്ങളിൽ കാത്തലിക് പള്ളിയിൽ നമ്മൾ വൈകുന്നേരം 8 മണിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഓരോ കുടുംബങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പം എല്ലാ കുടുംബങ്ങൾക്കും പള്ളിയിലേക്ക് വരുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടും താല്പര്യമില്ലാത്തത് കൊണ്ടും നമ്മൾ ഓൺലൈനായിട്ട് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് OLRP യൂട്യൂബ് ചാനലിലൂടെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഒരു വീട്ടിൽ നിന്നും ഒരാളെങ്കിലും അത് യൂട്യൂബ് ചാനലിലൂടെ അത് ഓണാക്കി വെച്ചുകൊണ്ട് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. കാരണം കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ സഭയാണ്. ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് കൂടുതൽ നിലനിൽപ്പ്, അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല. നമ്മൾ ഈ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട്, ഏകവും പരിശുദ്ധവും സാർവത്രികവും ശ്ലൈഹികവുമായ, സാർവത്രികവും ഏകവും അപസ്തോലവും അല്ലെങ്കിൽ ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായിട്ടുള്ള എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റ സഭ എന്നുള്ളത്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ ശക്തിയുള്ളത്. ചിലരെ വിളിച്ചിട്ട് പറയുകയുണ്ടായി, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ജപമാല ചെല്ലുന്നുണ്ട്, അതൊക്കെ പോരെ എന്നുള്ളത്. ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ജപമാല ചെല്ലുന്നത് നമ്മുടെ പേഴ്സണൽ പ്രെയർ, അല്ലെങ്കിൽ അതിനെ സ്വകാര്യമായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള പ്രെയർ എന്നുള്ള രീതിയിൽ അതിനെ കണക്കാക്കുന്നു. മറ്റ് ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥനകളെല്ലാം സഭയുടെ പ്രാർത്ഥനകളായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്തത്. വിശുദ്ധ ബലി, വൈദികൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ദിവ്യബലി അർപ്പിക്കുമ്പോഴും മറ്റ് സമൂഹങ്ങളെല്ലാം, സമൂഹത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണല്ലോ അതിനെ പ്രാർത്ഥിക്കുന്നത്. പ്രൈവറ്റ് മാസ് ചെല്ലുന്നത് അത് വേറെ ഇൻറ്റൻഷൻ വെച്ചുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണിത്. എന്നാലും ചിലപ്പോൾ കാറ്റഗിസൊക്കെ വളരെ ചെറുപ്പത്തിലേ പഠിച്ചിരിക്കുന്നതല്ലേ, ചിലപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് വികാരിയച്ഛൻ്റെ കടമ ഇങ്ങനെ ആയതുകൊണ്ട് കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേക്കും വൈകുന്നേരം 8 മണിക്ക് ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കുമ്പോഴേക്കും സാധിക്കുന്നവരെല്ലാവരും ദേവാലയത്തിൽ വരാനായിട്ട് പരിശ്രമിക്കുക. ദേവാലയത്തിൽ വരാൻ സാധിക്കാത്തവർ യൂട്യൂബ് ചാനലിലൂടെ ആ ജപമാലയിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യവും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കും. വരുന്ന ശനിയാഴ്ച മുതൽ 24-ാം തീയതി മുതൽ വാനവടി പള്ളിയിൽ നമുക്കറിയാവുന്നതുപോലെ ജപമാല യൂക്രിസ്റ്റിക് പ്രൊസഷൻ അല്ലെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രദക്ഷിണം നടത്തപ്പെടുന്നുണ്ട്. അത് നമ്മുടെ പള്ളിയുടെ ഏരിയ വഴി എന്ന് പറഞ്ഞ ബൗണ്ടറി മുഴുവനും കവർ ചെയ്യുന്നില്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ബൗണ്ടറിയും കവർ ചെയ്തുകൊണ്ട് പള്ളി പ്ലോട്ടിൽ എത്തിച്ചേർന്ന് അവിടെ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ച് പ്രാർത്ഥനയായി കാത്തലിക് പള്ളിയിൽ അവസാനിക്കുന്ന വിധത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും അങ്ങനെ ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും അതിനെ സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ആർക്കെങ്കിലും വഴിയിൽ നിന്നുകൊണ്ട് ആ വിശുദ്ധ കുർബാനയെ വിസിറ്റ് ചെയ്യുവാനായിട്ട്, വിസിത്ത എന്ന് പറയാറുണ്ട്, വിസിത്ത നടത്തുക എന്ന്, വിസിറ്റ് ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർ മുൻകൂട്ടായിട്ട് മിസ്റ്റർ തോംസനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് പറയണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിൽ പ്രത്യേകമായി ആ പ്രാർത്ഥനയെ സംബന്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ശനിയാഴ്ചകളിൽ രാവിലെ 6:30 നമ്മൾ ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരംഭിക്കുന്നത്. 6:30 കാത്തലിക്കിൽ നിന്ന് ആരംഭിച്ച് വാനവടി ഇടവകയുടെ ബോർഡർ വഴി അത് ഇറങ്ങി തിരിഞ്ഞ് പള്ളി പ്ലോട്ടിലെത്തി. ഇപ്പോൾ വാനവടി പള്ളിയുടെ പള്ളി പണിയുന്ന പ്ലോട്ടിലെത്തി അവിടെ 10 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും കാത്തലിക്കിലേക്ക് വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് വന്ന് കാത്തലിക് പള്ളിയിൽ സമാപിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതിലെല്ലാം സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ പ്രാർത്ഥനാ സഹായങ്ങളോ ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് എന്നെ വിളിച്ച് പറയേണ്ടതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ നിയോഗങ്ങൾ തരുന്നവരും അതോടൊപ്പം വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുവാൻ ആഗ്രഹമുള്ളവരും മുൻകൂറായിട്ടൊന്ന് വിളിച്ച് പറയണം. തലേ ദിവസം വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയുടെ സമയം മാറ്റുന്നത് കൊണ്ട് നേരത്തെ തലേ ദിവസമേ വിളിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുമോ എന്നുള്ളത് മുൻകൂട്ടായിട്ട് അറിയിക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. വിശുമിശിഹായ്ക്ക് Show